Question. A coin is tossed 12 times. Find the probability of getting, first question, 5 heads, then at least 2 heads, then no head. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ റാൻഡം എക്സ്പെരിമെന്റ് എന്താ ചെയ്തിരിക്കുന്നത്? എ കോയിൻ ഇസ് ടോസ്ഡ് 12 ടൈംസ് അല്ലേ? അപ്പം നമ്മൾ അതിന് ശേഷമാണ് ഈ പ്രോബബിലിറ്റി കാണേണ്ടത്. അപ്പോൾ ഒരു കോയിൻ ടോസിങ് എന്ന് പറയുന്നതാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ്. ഈ റാൻഡം എക്സ്പെരിമെന്റിനെ അതാണ് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് വന്നിരിക്കുന്നത്. ഈ റാൻഡം എക്സ്പെരിമെന്റിനെ നമ്മൾ 12 ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ കോയിൻ ടോസിങ് എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കമ്മുകളെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സക്സസ് എന്നും ഫെയിലിയർ എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടെയിലുമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി ഹെഡുകളെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സക്സസ് ആയിട്ട് ഹെഡ് കിട്ടുന്നതിനെ എടുക്കാം, ഫെയിലിയർ ആയിട്ട് എന്ന് പറയുന്നത് ടെയില് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെന്റിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സക്സസ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്, അതിനെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2. കോയിൻ ടോസിങ് ആയതുകൊണ്ട് കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഈക്വൽ പ്രോബബിലിറ്റിയാണ് വരുന്നത്. ദാറ്റ് ഈസ് 1/2 അല്ലേ? അപ്പോൾ പി ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ്, ഒരു ബർണോളി ട്രയലാണിത് അല്ലേ? സക്സസും ഫെയിലിയർ ആയിട്ടാക്കുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് വിച്ച് ഇസ് എ ബർണോളി ട്രയൽ. അപ്പോൾ കോയിൻ ടോസിങ് എന്ന് പറയുന്നത് ഒരു ബർണോളി ട്രയലാണ്. അതിനെ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് n is equal to 12. അപ്പം ഇങ്ങനെ ഒരു കേസിൽ ഒരു ബർണോളി ട്രയലിനെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ x is equal to നമ്പർ ഓഫ് സക്സസസ്, സക്സസുകളുടെ എണ്ണം, അത് ഫോളോ ചെയ്യുന്നതാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n, p എന്നാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം നമ്മളെ കേസിലേക്ക് വരികയാണെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ് കോയിൻ ടോസിങ് എക്സ്പെരിമെന്റ് ആണ്. അതിനെ നമ്മൾ 12 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിയർ x is equal to നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. ദെൻ x will follow a binomial distribution with parameter n എന്ന് പറയുന്നത് number of repetitions, it is 12 here, and p is probability of success, that is getting a head, 1/2 ആണ്. അപ്പോൾ നമ്മളെ റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്നത് B12, 1/2 ആണ്. അപ്പോൾ അതിൻ്റെ PMF എന്താണ് നമുക്ക് എഴുതാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ PMF f of x, that is probability of x is equal to NCx p raised to x q raised to n minus x ആണ്. x എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 up to n ആണ്. അപ്പോൾ നമ്മളെ റാൻഡം വേരിയബിൾ നോക്കാം. നമ്മളെ അത് എക്സ് എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ 12, 1/2 ആണ്. അതിൻ്റെ PMF എങ്ങനെ എഴുതാം? PMF f of x is equal to probability of x is equal to x, which is equal to NCx 12cx p raised to x half raised to x. q എന്ന് പറഞ്ഞാലും 1 minus p തന്നെയാണ്, 1/2 തന്നെയായിരിക്കും. 1/2 raised to 12 minus x എന്ന് ഇവിടെ എഴുതും അല്ലേ? ആൻഡ് ഹിയർ x is equal to 0, 1, 2, 3 up to 12. അപ്പോൾ ഇവിടെയും കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ 12 എന്ന് 1/2 എന്ന് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ 12cx ഹാഫ് റേസ് ടു x പ്ലസ് 12 മൈനസ് x, അതായത് ഹാഫ് റേസ് ടു 12 എന്ന് നമുക്ക് ഈ കേസിൽ എഴുതാം. x is equal to 0, 1, 2, 3 up to 12. ഇതാണ് നമ്മൾ f of x ഇവിടെ വരുന്നത് അല്ലേ? ഇനിയാണ് നമ്മൾ ഓരോ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ഹെഡ്സ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ഹെഡ്സ്. ഹെഡുകളുടെ എണ്ണം 5 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് x ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് x is equal to 5 ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 12c5. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കുന്നു. 12c5 ഹാഫ് റേസ് ടു 12 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് 12c5 is equal to 792. ഹാഫ് റേസ് ടു 12 എന്ന് പറഞ്ഞാൽ 1/4096, 4096. ഇതാണ് നമ്മൾ റിക്വയർഡ് പ്രോബബിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. അപ്പോൾ ചുരുങ്ങിയത് 2 ഹെഡുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഹെഡുകളുടെ എണ്ണം 2 അതിലധികമോ ആവും അല്ലേ? 2 or more ഹെഡ്സ് ആണ് നമുക്ക് വേണ്ടത്. 2 or more ഹെഡ്സ്.
അതായത് ഹെഡുകളുടെ എണ്ണം എക്സിലാണുള്ളത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് വരുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 അങ്ങനെ ആഡ് ചെയ്തിട്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 12 വരെ പോകണം. അത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ കോംപ്ലിമെന്റിന്റെ ടേംസിൽ എഴുതുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2. എക്സിന്റെ വാല്യൂ 2-നെക്കാട്ടും കുറവാവുക പറഞ്ഞാൽ ഏതൊക്കെയാവാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 is 12c0 half raised to 12 and probability of x is equal to 1 is 12c1 half raised to 12 എന്ന് വരുന്നു. and this is equal to 1 minus half raised to 12 പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ 1/2 raised to 12 എന്ന് എഴുതാം അല്ലേ. പിന്നെ 12c0 വരുന്നു which is 1 plus 12c1 is 12 എന്ന് വരുന്നു. or this is equal to 1 minus 13 divided by 2 raised to 12 is 4096. or this is 4096 minus 13 divided by 4096 എന്ന് വരുന്നു. and this is equal to 4083 divided by 4096. അടുത്ത ക്വസ്റ്റ്യൻ probability of no head ആണ്. probability of no head, that is probability of x is equal to 0. number of heads is equal to 0, which is equal to 12c0 half raised to 1/2, sorry, half raised to 12. that is equal to 12c0 is 1, half raised to 1/2 എന്ന് പറഞ്ഞാൽ 1/4096. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, in 256 sets of 12 tosses of a coin, in how many cases one may expect 8 heads? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇവിടെ 256 സെറ്റുകളായിട്ട് 12 ടോസസ് ഓഫ് എ കോയിനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര കേസുകളിലാണ് നമുക്ക് 8 ഹെഡുകളെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ചെയ്ത കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പ്രോബ്ലം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളൊരു കോയിനെ 12 ടൈംസ് ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ ഇവന്റുകളുടെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു കോയിനെ നമ്മൾ 12 ടൈംസ് ടോസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടോസുകളുടെ ഈ 256 സെറ്റുകളാണ് ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കേസസ് ആണ് നമുക്ക് വേണ്ടത് ഫോർ ഗെറ്റിംഗ് 8 ഹെഡ്സ്. അപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പൊ അതിനെ ക്യാപിറ്റൽ എൻ, അതായത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 256 ആണ്. ആ ക്യാപിറ്റൽ എൻ കൊണ്ട് നമ്മൾ ഈ പ്രോബബിലിറ്റീനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 8 ഹെഡുകൾ കിട്ടാനുള്ള നമ്പർ ഓഫ് കേസസ് വരുന്നത്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കേസിൽ അറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്. അത് ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ 12 പ്രാവശ്യമാണ് കോയിനെ ടോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ഹെഡ് കിട്ടലാണ് സക്സസ്, ദറ്റ് ഈസ് 1/2 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് എഫ് ഓഫ് എക്സ്, ദറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ദറ്റ് ഈസ് ഈക്വൽ ടു 12cx ഹാഫ് റേസ് ടു 12 എന്നും നമ്മൾ എഴുതി കഴിഞ്ഞാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു 12 ഇതാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 എന്താണ് എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അറിയാം. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 8 കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ 12c8 ഹാഫ് റേസ് ടു 12 എന്നാണ് വരുന്നത്. 12c8 എന്ന് പറയുമ്പം 495 വരും, ഡിവൈഡഡ് ബൈ 4096. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 വരുന്നത്. ഇത് ഒരു കോയിനെ 12 ടൈംസ് ടോസ് ചെയ്താൽ 8 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ
ഒരു എക്സ്പെരിമെന്റിന്റെ 256 സെറ്റുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് ക്യാപിറ്റൽ N is equal to 256 എന്ന് എടുക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര കേസുകളിലാണ് നമുക്ക് 8 ഹെഡുകൾ കിട്ടുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് റിക്വയർഡ് നമ്പർ ഓഫ് കേസസ്, അതായത് ഓഫ് ഗെറ്റിംഗ് 8 ഹെഡ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8. ഇതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 256 ഇൻറ്റു 495 ഡിവൈഡഡ് ബൈ 4096. അപ്പോൾ 256ഉം 4096ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 16 എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30.9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 31 ടോസസ്. അപ്പോൾ നമുക്ക് പറയാം 31 ടോസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 ഹെഡുകളെ എക്സ്പെക്ട് ചെയ്യാം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, the probability of a man hitting a target is 0.6. If he fires 7 times, find his probability of hitting the target at least once. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ മാൻ ഹിറ്റിംഗ് എ ടാർഗറ്റ് ഇസ് 0.6. അതായത് ഒരാൾ ടാർഗറ്റിലേക്ക് ഫയർ ചെയ്യായിരിക്കും അല്ലെ, ടാർഗറ്റിലേക്ക് ഫയർ ചെയ്യാണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, ഫയറിംഗ് അറ്റ് എ ടാർഗറ്റ്. അപ്പോൾ അതിൽ 2 ഔട്ട്കംസ് ആയിട്ട് അതിനെ നമുക്ക് പറയാം, 2 പോസിബിലിറ്റീസ് ആയിട്ട് പറയാം. അതായത് ഹിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടാർഗറ്റിനെ അയാൾ മിസ് ചെയ്യും അല്ലെ. അപ്പോൾ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുന്നതിന് നമ്മൾ സക്സസ് എന്നും മിസ് ചെയ്യുന്നതിന് നമുക്ക് ഫെയിലിയർ എന്നും കൊടുക്കാം അല്ലെ. അതിനനുസരിച്ച് ഇയാൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് P is equal to പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ദാറ്റ് ഈസ് 0.6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റാൻഡം എക്സ്പെരിമെന്റ്. നമ്മൾ ഒരു ബെർണോളി ട്രയൽ ആയിട്ട് നമുക്ക് ഇയാളെ കൺസിഡർ ചെയ്യാം. 2 പോസിബിലിറ്റി, 2 ഔട്ട്കംസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഹിറ്റായിട്ടും മിസ്സായിട്ടും അല്ലെ. ഇങ്ങനെയുള്ള ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ എത്ര പ്രാവശ്യമാണ് അയാൾ റിപ്പീറ്റ് ചെയ്തത്, 7 ടൈംസ് ആണ് അയാൾ ഫയർ ചെയ്തത്. അതായത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് N is equal to 7. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ എങ്ങനെയായിട്ട് വരുന്നുണ്ട്, ഒരു ബെർണോളി ട്രയൽ വരുന്നുണ്ട്, ആ ബെർണോളി ട്രയലിന്റെ N റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സക്സസുകളുടെ പ്രോബബിലിറ്റി, അതായത് ഇവിടെ സക്സസുകളുടെ എണ്ണം എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസസ്. ഇവിടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്സ് ആണ്, ഹിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ സക്സസ്. നമ്പർ ഓഫ് ഹിറ്റ്സ് അത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് പാരാമീറ്റേഴ്സ് N is equal to number of repetition which is 7 here, and P is equal to probability of success which is 0.6. അപ്പോൾ നമ്മളെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഉള്ള റാൻഡം വേരിയബിൾ എക്സ് വിച്ച് ഇസ് നമ്പർ ഓഫ് ഹിറ്റ്സ് അത് ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റേഴ്സ് 7,0.6. അപ്പോൾ അതിന്റെ PMF നമുക്ക് എഴുതാം. F of x is equal to probability of capital X is equal to small x. അതായത് നമ്പർ ഓഫ് ഹിറ്റ്സ് is equal to small x ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് NCX, ദാറ്റ് ഈസ് 7CX P raised to x. P എന്ന് പറഞ്ഞാൽ 0.6 raised to x. P 0.6 ആണെങ്കിൽ എന്തായിരിക്കും Q? Q is equal to 1 minus P ആണ്, which is 0.4 അല്ലെ. അപ്പോൾ 0.4 Q raised to N minus x ആണ്, 7 minus x. ഇവിടെ x എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to 7. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. ഇനി നമ്മൾ എന്തിനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്, if he fires 7 times, find his probability of hitting the target at least once. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് at least 1 hit, അതിനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് at least 1 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് ഹിറ്റ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഹിറ്റുകളുടെ എണ്ണം ഒന്നിനെക്കാട്ടും കൂടുക എന്ന് പറഞ്ഞാൽ, ഒന്നിനെക്കാട്ടോ കൂടുക പറഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 വരെ എഴുതണം അല്ലേ. അപ്പോൾ കുറേ ടേംസ് ആവും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1. ഇങ്ങനെ എഴുതാം അതിന്റെ കോംപ്ലിമെന്റിന്റെ ടേംസിൽ, ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വന്നാൽ അറ്റ്ലീസ്റ്റ് 1നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റും ഇല്ല എന്നാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കണം. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് വന്നാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ എഴുതാം.
probability of at least 1 is equal to, നമ്മൾ എഴുതിയിട്ടുണ്ട്, that is 1 minus probability of x is equal to 0 എന്നല്ല എഴുതിയത് അല്ലേ. that is equal to 1 minus probability of x is equal to x എന്ന് പറയുന്നത് 7cx half raised, 0.6 raised to x 0.4 raised to 7 minus x ആയിരുന്നു. probability of x is equal to x. അപ്പോൾ probability of x is equal to 0 എന്തായിരിക്കും? 7c0 0.6 raised to 0 0.4 raised to 7 minus 0 ആണ്. that is equal to 1 minus 7c0 is 1. 0.6 raised to 0 is also 1. 0.4 raised to 7 ആണ് ബാക്കിയുള്ളത്. 1 minus 0.4 raised to 7 എന്ന് വരുന്നു. and this is equal to 0.998. ഇതാണ് probability of hitting the target at least once.